അടുത്ത ഏതാടോ വീട്? അടുത്ത MC 7010 വാണിയെ കണ്ടി കടുങ്ങ. ഓ വാണിയെ കണ്ടി കടുങ്ങ. അല്ലടോ മൂപ്പരടുത്ത് എല്ലാ പ്രാവശ്യം നമ്മൾ പോകുന്നതല്ലേ? മൂപ്പർ ഒരിക്കലും നമ്മൾ പോവാണ്ട് കറണ്ടിന്റെ പൈസ അടക്കില്ലല്ലോ. ഇപ്രാവശ്യം എന്തായാലും ഫ്യൂസ് വരണം കേട്ടോ. ബാ പക്ഷെ നമുക്കൊരു പരിധിയുണ്ട്. ഇതല്ലേ വീട്? ഹലോ ആളില്ലേ? ഹലോ എന്തേനു നിങ്ങളെന്താ ഇപ്പൊ കറണ്ടിന്റെ ബില്ലടക്കാത്തത്? ഞങ്ങൾ എല്ലാ പ്രാവശ്യം വന്ന് പറയണോ? ഞങ്ങൾ ഫ്യൂസ് വരാൻ വന്നതാ. ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരം ആകുമ്പോ കടച്ചോളാം. നിങ്ങൾ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയല്ലേ പറയല്? നമ്മൾ എന്തായാലും ഇപ്രാവശ്യം ഫ്യൂസ് വരും. ഒരു കുറി വിളിച്ച പൈസ കിട്ടുക എന്തേനും അത് കിട്ടിയിട്ട് അടക്കാന്ന് വിചാരിച്ചിട്ട്. നിങ്ങളെ കുറി വിളിച്ച പൈസ കിട്ടുന്ന ഞാനിവിടെ ലൈവ് മനോട് ഇരിക്കുവാനാ. ഇതിനൊരു സമയവും കാലയിലുണ്ട്. മാസത്തിൽ റെഡിക്ക് അടച്ചിട്ടില്ലെങ്കിലുണ്ടല്ല പണ്ടേ തന്നോട്ട് മുട്ടകൾക്കും ചുമണി കുപ്പിയെല്ലാം കത്തി ഇരിക്കേണ്ടി വരും. അത് പിന്നെ ഇന്ന് എന്തായാലും ദൂരണ്ടേക്ക് വൈകുന്നേരം ഞാൻ എന്തായാലും അടക്കും. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചേ. നമ്മളെന്തായാലും ഇപ്രാവശ്യം ഊരാൻ തന്നെ കണക്കാക്കിയില്ല വന്നത്. പാടോ ഒരെന്തിനെങ്കിലും അടിക്കുന്നേ? ഒരടിക്കൊന്നും വേണ്ട. അല്ലടോ ഇയാളാണോ വാണിയെ കണ്ടി കടുങ്ങേ? നിങ്ങൾക്ക് മനസ്സിലാക്കില്ല? ഇല്ലടാ അയാൾക്ക് ഭ്രാന്താൻ തോന്നട്ടോ. അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെ അടിക്കുവോ? എവിടെ പീസ് മാത്രം ഊരിയാ പോരാ, കണക്ഷൻ തന്നെ കട്ട് ചെയ്ത ആളാണ്. അയറ്റ അടിയത് അയച്ച്. പിന്നെ അല്ലാണ്ട് കണക്ഷൻ തന്നെ കട്ട് ചെയ്യണം. അല്ല ഈ വാണിയം കണ്ടി കടുങ്ങോന്നെ വിടതാ? എന്തേലും കാര്യോ? നിങ്ങളെവിടുന്നാ? ഞാൻ സുരാജ് ഫിനാൻസിന് എഴുതാ. മൂപ്പർ അടവലം തെറ്റിയിട്ട് കുറെ കാലായി. അതൊന്ന് പിരിക്കാൻ വേണ്ടി പോണേ. ഓഹോ ഇതാ കാണുന്ന ചുവന്ന തൂണില്ലേ, അതാണ് വീട്. ഇപ്പൊ തന്നെ പോയിക്കോ. ഇപ്പൊ തന്നെ പോയാൽ കിട്ടും. ഓ കിട്ടും.